കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആറാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ വെച്ചാൽ ഭഗവാൻ തിരിച്ചു കൊടുത്തുല്ലോ ഭരതൻ രാജ്യം. അപ്പോൾ ആക്ച്വലി വ്യാസഭഗവാൻ തന്നെ പറയാണ്, ആത്മാരാമനായിട്ടുള്ള ഒരാൾക്ക് ബാക്കി എല്ലാവരും നിത്യാനന്ദത്തിന് വേണ്ടി ആരെ ആശ്രയിക്കുന്നുവോ ആ ആത്മാനന്ദ സ്വരൂപനും ജ്ഞാനാനന്ദ സ്വരൂപനും ആയിട്ടുള്ള ഭഗവാന് രാജ്യം കൊണ്ടൊക്കെ എന്താ ഫലം അല്ലേ? രാജ്യേന കിം തസ്യ അല്ലേ പറഞ്ഞ, അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ആറിലത്തെ ഒരു വരിയുണ്ട് കേട്ടോ. യസ്യ ഭൂഭംഗമാത്രേണ ത്രിലോകീ നശ്യതി ക്ഷണാൽ. ഏഴാമത്തെ യസ്യാനുഗ്രഹമാത്രേണ ഭവന്ത്യാഖണ്ഡലശ്രിയ ലീലാസൃഷ്ടമഹാസൃഷ്ടേ കിയദേതദ്രമാപതേ. യസ്യ മീൻസ് ഏതൊരാളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭ്രൂഭൃംഗമാത്രേണ ചെന്താ ഭ്രൂഭൃംഗം ചെന്താ പുരികം ഒന്ന് ചലിപ്പിച്ചാൽ, ഏതൊരു ഭഗവാന്റെ പുരികം ഒന്ന് ചലിച്ചാൽ ത്രിലോകി മൂന്ന് ലോകവും ക്ഷണാത്ത് നശ്യതി ക്ഷണത്തിൽ നശിക്കുന്നു. യസ്യ ഏതൊരുവൻ്റെ അനുഗ്രഹമാത്രേണ അനുഗ്രഹം കൊണ്ട് മാത്രം ആഖണ്ഡലശ്രിയ ഇന്ദ്രൻ്റെ ഐശ്വര്യങ്ങൾ പോലും ഭവന്തി ഉണ്ടാകുന്നു. ലീലാസൃഷ്ട മഹാസൃഷ്ടേ ലീലയാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാണ്ഡ സൃഷ്ടിയോടുകൂടിയ ഹേ രമാപതേ ലക്ഷ്മി ഭർത്താവിനെ ഏതത് ഒരു രാജ്യം കൊണ്ട് എന്ത് ഫലം? എന്താ പറയണേ? ഭഗവാൻ കാലസ്വരൂപനാണ്. ആ കാലസ്വരൂപനായ ഏതൊരു കാലസ്വരൂപനായ ഭഗവാന്റെ പുരികക്കൊടികളുടെ ചലനം കൊണ്ട് മൂന്ന് ലോകങ്ങളും പെട്ടെന്ന് നശിക്കുന്നുവോ, ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇന്ദ്രൻ്റെ ഐശ്വര്യങ്ങൾ പോലും ഒരാൾക്കുണ്ടാകാൻ ഇടയാവുന്നുവോ, ആ ഭഗവാൻ ഒരു ലീലയായിട്ട് ഭഗവാന്റെ ഒരു വിനോദമായിട്ട് ഈ അനന്തമായ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നുവോ, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ പതി, അതാണ് രമാപതിയായിരിക്കുന്ന ആ രാമന് ഈ അയോധ്യ രാജ്യം തിരിച്ചു ലഭിച്ചിട്ട് എന്തു കാര്യം? ലോകം മുഴുവൻ ഭഗവാന്റെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അയോധ്യ രാജ്യം തിരിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? പക്ഷെ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാവണമെന്ന് മാത്രം. ഭരതന് കൊടുത്തു, ഭരതൻ തിരിച്ചു കൊടുത്തു, അതൊക്കെ വ്യവഹാരത്തിൽ. പക്ഷെ ശരിക്ക് കാലസ്വരൂപനാണ്. ആ ഭഗവാന്റെ ഒരു പിരികക്കൊടി ഇളകിയാൽ മതി, മൂന്ന് ലോകം നശിക്കും. ഈ മൂന്ന് ലോകങ്ങളും ബ്രഹ്മാണ്ടം തന്നെ സൃഷ്ടിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെയുള്ള രമാപതിയായിട്ടുള്ള ഭഗവാന് ഈ അയോധ്യ രാജ്യം കൊണ്ടൊക്കെ എന്ത് ഫലം? യസ്യ ഭ്രൂഭംഗമാത്രേണ ത്രിലോകീ നശ്യതി ക്ഷണാൽ. യസ്യാനുഗ്രഹമാത്രേണ ഭവന്ത്യാഖണ്ഡലശ്രിയ ലീലാസൃഷ്ട മഹാസൃഷ്ടേ കിയദേതത് രമാപതേ. ഇനി 8. തഥാപി ഭജതാം നിത്യം കാമപൂരവിധിൽസയാ ലീലാമാനുഷവേഷേണ സർവമപ്യനുവർത്തതേ. തഥാപി മീൻസ് എന്നാലും, നിത്യം ഭജതാം എപ്പോഴും ഭജിക്കുന്നവരുടെ കാമപൂര വിധിൽസയ, അതായത് അവരുടെ എല്ലാ അഭിലാഷങ്ങളെയും സഫലീകരിക്കാനുള്ള ഇച്ഛയാൽ, ആഗ്രഹം കൊണ്ട്, അതായത് എപ്പോഴും ഭജിക്കുന്ന ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കാനുള്ള ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ലീലാമാനുഷവേഷേണ ലീലയാ ഒരു മനുഷ്യവേഷം കൈക്കൊണ്ട് സർവത്തെയും അനുവർത്തിക്കുന്നു. എല്ലാം നടിക്കുകയാണ് ഭഗവാൻ. മാനുഷ രൂപം ധരിച്ചിട്ട് ഒരു മനുഷ്യനെ പോലെ പെരുമാറുകയാണ്. നോക്കൂ, അതായത് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള
ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആരുടെ പുരികക്കൊടികളൊന്ന് ചലിച്ചാൽ ത്രിലോകം നശിക്കുന്നുവോ, ആരുടെ അനുഗ്രഹം കൊണ്ട് ഭൂലോകം ബ്രഹ്മാണ്ടം തന്നെ സൃഷ്ടിക്കപ്പെടുന്നുവോ, ആ രമാപതിക്ക് എന്തുകൊണ്ട് രാജ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയണേ? എന്നാലും എപ്പോഴും ഭജിക്കുന്ന ഭക്തന്മാരുടെ സകല അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കാനുള്ള ആഗ്രഹത്താൽ വിനോദമായി സ്വീകരിച്ച മനുഷ്യരൂപത്തോടു കൂടിയ ശ്രീരാമചന്ദ്രൻ സകല മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ അല്ലെങ്കിൽ സമ്പ്രദായത്തെയും അനുസരിച്ച് കളിക്കുകയാണ്. ഭഗവാന്റെ ഒരു ലീലയാണ് ഈ മാനുഷവേഷം ധരിച്ചിട്ടുള്ള കളിയെന്ന്. അതൊന്നും ഭഗവാനെ ഒന്നും എഫക്റ്റ് ചെയ്യണില്ല. ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ഇതൊക്കെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എടുത്ത മനുഷ്യരൂപമാണ് കൃഷ്ണനും രാമനും ഒക്കെ. അതാണ് പറഞ്ഞത്. തഥാപി ഭജതാം നിത്യം കാമപൂരവിധിൽ സയാ ലീലാമാനുഷവേഷേണ സർവമപ്യനുവർത്തതേ. എല്ലാം അഭിനയിച്ച് കാണിക്കുകയാണ്. തഥാ ശത്രുഘ്നവചനാൻ നിപുണ ശ്മശ്രുകൃന്തകാ സംഭാരാശ്ചാഭിഷേകാർത്ഥമാനീതാരാഘവസ്യ ഹി. തഥാ അതിനുശേഷം ശത്രുഘ്നവചനാത് ശത്രുഘ്നൻ്റെ വാക്കുകൾ പ്രകാരം നിപുണ സമർത്ഥന്മാരായ ശ്മശ്രുകുന്തകാഹ ക്ഷുരകന്മാർ, അതായത് ബാർബേഴ്സ്, തലമുടി വെട്ടുന്നവർ, ആനീത കൊണ്ടുവരപ്പെട്ടു. അവരെ വിളിച്ചു. കാരണം ജഡയൊക്കെ അല്ലേ ഇത്തരം കാലം. അപ്പോൾ അതൊക്കെ വെട്ടാനായിട്ട് ശത്രുഘ്നനാണ് ഈ ക്ഷുരകനെ, അതായത് തലമുടി വെട്ടുന്നവരെയൊക്കെ വിളിപ്പിച്ചിട്ട് അവർ വന്നു. രാഘവൻ്റെ അഭിഷേകത്തിനായിക്കൊണ്ട് സംഭാരാജ അഭിഷേകം, അതായത് രാമനെ ശരിക്കും അയോധ്യാധിപതിയായിട്ട് അഭിഷേകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും, സംഭാരം വെച്ചാൽ അതിനു വേണ്ട എല്ലാ റീസോഴ്സസും ആനീത കൊണ്ടുവരപ്പെട്ടു. അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാജ്യം സ്വീകരിക്കാമെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ശത്രുഘ്നൻ്റെ കൽപ്പന പ്രകാരം ഭൃത്യന്മാർ പിന്നെ കൊണ്ടുവന്നു ആരെ? ഈ ക്ഷുരകനെ, അതായത് പലമുടി വെട്ടുന്ന ആളെ. എന്നിട്ട് ഭഗവാന്റെ കേശ ഒക്കെ അതൊക്കെ ജഡയൊക്കെ ശരിയാക്കി രാമൻ്റെ അഭിഷേകത്തിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വേഗം എല്ലാ ദിക്കിലും സംഭരിച്ചു. തഥാ ശത്രുഘ്നവചനാൻ നിപുണ ശ്മശ്രുകൃന്തകാ സംഭാരാശ്ചാഭിഷേകാർത്ഥമാനീത രാഘവസ്യ ഹി. പിന്നെയോ 10, 10, 11 ഒന്നിച്ചാണ്. പൂർവം തു ഭരതേ സ്നാതേ ലക്ഷ്മണേ ച മഹാത്മനി സുഗ്രീവേ വാനരേന്ദ്രേ ച രാക്ഷസേന്ദ്രേ വിഭീഷണേ വിശോധിതജഡ സ്നാതശ്ചിത്രമാല്യാനുലേപന മഹാർഹവാസനോപേതസ്ഥസ്ഥൗ തത്ര ശ്രിയാ ജല്വൻ. പൂർവം തു ആദ്യമായിട്ട് ഭരതനും മഹാത്മനി ലക്ഷ്മണേച്ച മഹാനായ ലക്ഷ്മണനും വാനരേന്ദ്രേ സുഗ്രീവേച്ച വാനര രാജാവായ സുഗ്രീവനും രാക്ഷസേന്ദ്ര രാക്ഷസരാജാവായിട്ടുള്ള വിഭീഷണനും സ്നാതേ കുളിച്ചപ്പോൾ വിശോധിത ജഡ വിശേഷേണ, അതായത് പിന്നെ വിശേഷമായിട്ടുള്ള ജടയോടുകൂടിയവനും സ്നാനം ചെയ്തവനും ചിത്രമാല്യാനുലേപനം വിചിത്രമായ മാലകളോടും കുറിക്കൂട്ടുകളോടും കൂടിയവനും, ചന്ദനം ഒക്കെ അണിഞ്ഞട്ടെ, മഹാർഹവസനോപേത ഉത്കൃഷ്ടമായ വസനത്തോടുകൂടി, മഹാർഹവസനോപേത വസനം വെച്ച വസ്ത്രമാണ്, അതായത് നല്ല ഉത്കൃഷ്ടമായിട്ടുള്ള പട്ടുവസ്ത്രമൊക്കെ അണിഞ്ഞ് ശ്രിയാജ്വലൻ ശോഭ, അതായത് ശോഭിക്കുന്നവനുമായിട്ട്, ശോഭ കൊണ്ട് ജ്വലിക്കുന്നവൻ, ശോഭാജ്വലൻ എന്ന് പറഞ്ഞു അല്ലേ, ശ്രിയാജ്വലൻ ശോഭ കൊണ്ട് ജ്വലിക്കുന്നവനുമായിട്ട് തത്ര തസ്ഥൗ അവിടെ സ്ഥിതി ചെയ്തു. അതായത് ഈ തലമുടിയൊക്കെ വെട്ടി ശരിയാക്കി അതിന് ശേഷം ഭരതനും ജടയൊക്കെ വളർത്തിയിരുന്നു. തലമുടിയൊക്കെ വെട്ടി ശരിയാക്കിയതിന് ശേഷം ഭരതൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിവരൊക്കെ ആദ്യം കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ജടാഭാരമൊക്കെ കളഞ്ഞ് കുളിച്ച് വിശേഷമായിട്ടുള്ള മാലകളും കുറിക്കൂട്ടുമൊക്കെ ധരിച്ച് വളരെ നല്ല പട്ടുവസ്ത്രം ഉടുത്തുകൊണ്ട് അങ്ങേയറ്റം ശോഭയാൽ ജ്വലിക്കുന്ന ശ്രീരാമചന്ദ്രൻ അവിടെ വന്നു നിന്നു. എല്ലാം റെഡിയായി. ഏതിന്?
പട്ടാഭിഷേകത്തിന് ശ്രീരാമ പട്ടാഭിഷേകത്തിന് റെഡിയായി. എല്ലാവരും കുളിച്ചു. ശ്രീരാമനും കുളിച്ച് നല്ല പട്ട് വസ്ത്രം എടുത്ത് കുറിക്കൂട്ടണിഞ്ഞ് വേണ്ട പോലെ അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് അവിടെ നിന്നു. പൂർവം തു ഭരതേ സ്നാതേ ലക്ഷ്മണേ ച മഹാത്മനി സുഗ്രീവേ വാനരേന്ദ്രേ ച രാക്ഷസേന്ദ്രേ വിഭീഷണേ വിശോധിതജടസ്നാതശ്ചിത്രമാല്യാനുലേപന മഹാർഹവാസനോപേതസ്തസ്തൗ തത്ര ശ്രിയാജ്വലൻ. അങ്ങനെ ജ്വലിച്ചു. അത്ര കാണാൻ ഭംഗി. സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നു. ഇനി 12-13 ഒരു വരിയാണ് കേട്ടോ. പ്രതികർമ്മച രാമസ്യ ലക്ഷ്മണസ്യ മഹാമതി കാരയാമാസ ഭരത സീതായാ രാജയോഷിത. 13 മഹാർഹവസ്ത്രാഭരണൈരലം ചക്രു സുമധ്യമം. മഹാമതി ഭരത, മഹാമതിയായ ഭരതൻ, ബുദ്ധിമാനായിട്ടുള്ള ഭരതൻ രാമസ്യ ലക്ഷ്മണസ്യ ച രാമനും ലക്ഷ്മണനും പ്രതികർമ്മ അലങ്കാരം കാരയാമാസ. പ്രതികർമ്മ അലങ്കാരമാണ്, അലങ്കാരം ചെയ്യിപ്പിച്ചു. സീതായാം സീതയ്ക്ക് രാജയോഷിത രാജസ്ത്രീകളും, അതായത് സീതയെ ഡ്രസ് ചെയ്യിക്കാൻ സ്ത്രീകളാണല്ലോ. മഹാർഹ വസ്ത്രാഭരണൈഹി ഉത്കൃഷ്ടമായ വസ്ത്രാഭരണങ്ങൾ കൊണ്ട് സുമധ്യമാം സുന്ദരിയായിട്ടുള്ള സീതയെ അലം ചക്രുച്ചാൽ അലങ്കരിച്ചു. ബുദ്ധിമാനായിട്ടുള്ള ഭരതൻ നല്ലോണം അലങ്കാരമൊക്കെ ചെയ്യാൻ സാമർഥ്യമുള്ളവരെ കൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും അഭിഷേകത്തിന് പറ്റിയ തരത്തിലുള്ള വേഷഭൂഷാദികളൊക്കെ അണിയിച്ചു. ഭരതൻ നല്ലോണം ഈ ഡ്രസ്സ് ചെയ്യിക്കാനൊക്കെ നല്ലോണം വശതള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒരു അഭിഷേകത്തിന് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ട അതുപോലെ വസ്ത്രം ധരിച്ച് ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ച് എല്ലാം ചെയ്യിപ്പിച്ചു. പിന്നെയോ സുന്ദരിയായിട്ടുള്ള സീതയെ രാജസ്ത്രീകളും നല്ല വസ്ത്രാഭരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചു. അത് പറയാനല്ലേ, സീത അതുപോലെ വേണമല്ലോ. പട്ടമഹിഷിയല്ലേ. ശ്രീരാമനെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് അഭിഷേകിക്കുമ്പോൾ സീത പട്ടമഹിഷിയാണല്ലോ. അപ്പോൾ രണ്ടാളെയും വേണ്ട പോലെ നല്ലോണം അലങ്കരിച്ച് വേഷഭൂഷാദികളൊക്കെ നൽകി സർവാലങ്കൃത ഭൂഷിതനും സർവാലങ്കാര ഭൂഷിതയും ആയി. പ്രതികർമ്മച രാമസ്യ ലക്ഷ്മണസ്യ മഹാമതി കാരയാമാസ ഭരത സീതായാ രാജയോഷിത മഹാർഹവസ്ത്രാഭരണൈരലം ചക്രു സുമധ്യമം. സുമധ്യമം എന്ന സുന്ദരിയായിട്ടുള്ള സീതയെ അലങ്കരിച്ചു. തതോ വാനരപത്നീനാം സർവാസാമേവ ശോഭന അകാരേത കൗസല്യ സന്തുഷ്ട പുത്രവത്സല. തഥാ സർവാസാം വാനരപത്നീനാം, അതിനുശേഷം എല്ലാ വാനരപത്നികളും വാനന്മാരുടെ പത്നിമാരും ശോഭന നല്ല ഗുണശീലയും പുത്രവത്സല പുത്രനിൽ വളരെ വാത്സല്യമുള്ളവളും സന്തോഷിച്ചവളുമായ കൗസല്യ അകാരയം കൗസല്യം നല്ലോണം ആ ഒരു അവസരത്തിനൊത്ത വസ്ത്രങ്ങളൊക്കെ അണിയിക്കണമല്ലോ. അതായത് കൗസല്യം വേണ്ട പോലെയൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു എന്ന് പറയുകയാണ്. പോയി. ഓക്കെ. അപ്പോൾ അതിനുശേഷം എല്ലാ വാനന്മാരുടെ ഭാര്യമാരെയും പിന്നെ വളരെ ഗുണശീലയും പുത്രനിൽ അങ്ങേയറ്റം സ്നേഹവുമുള്ള വളരെ സന്തോഷിച്ചിരിക്കുന്ന കൗസല്യം എല്ലാവരും സ്ത്രീകളൊക്കെ വസ്ത്രാഭരണങ്ങൾ കൊണ്ട് അലങ്കരിപ്പിച്ചു. അതാണ്. തതോ വാനരപത്നീനാം സർവാസാമേവ ശോഭന അകാരേത കൗസല്യ സന്തുഷ്ട പുത്രവത്സല. അത് കഴിഞ്ഞിട്ടോ 15 തഥ സ്യന്തനമാദായ ശത്രുഘ്നവചനാൽ സുധീ സുമന്ത്ര സൂര്യസങ്കാശം യോജയിത്വാഗ്രത സ്ഥിത. തഥ അതിനുശേഷം ശത്രുഘ്നവചനാത് ശത്രുഘ്നൻ്റെ വാക്കുകൊണ്ട്, അതായത് ശത്രുഘ്നൻ പറഞ്ഞിട്ട് സുധീഹി സുമന്ത്രാഹ ബുദ്ധിമാനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള സുമന്ത്രനാണല്ലോ ദശരഥൻ്റെ മന്ത്രി. സൂര്യസങ്കാശം സ്യന്തനം, സൂര്യന് തുല്യമായിട്ടുള്ള സ്യന്തനച്ച രഥാണ് ചാരിയറ്റെ. സൂര്യൻ്റെ അത്ര തിളങ്ങണ ആ രഥം രഥം കൊണ്ടുവന്നിട്ട് യോജയിത്വ ആദായ യോജിപ്പിച്ച് തയ്യാറാക്കിയിട്ട് അഗ്രതസ്ഥിത മുമ്പിൽ റെഡിയായി നിന്നു സുമന്ത്രര്. ഉടനെ ശത്രുഘ്നൻ്റെ കൽപ്പന പ്രകാരം ബുദ്ധിമാനായിട്ടുള്ള സുമന്ത്രര് സൂര്യനെ പോലെ ശോഭിക്കുന്ന തേരിൽ കുതിരകളൊക്കെ പൂട്ടി
വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത ശേഷം ശ്രീരാമൻ്റെ മുമ്പിൽ തയ്യാറായിട്ട് നിന്നു. തതസ്യന്തനമാദായ ശത്രുഘ്നവചനാൽ സുധീ സുമന്ത്ര സൂര്യസങ്കാശം യോജയിത്വാഗ്രതസ്ഥിത. മുമ്പിൽ നിന്നു അഗ്രതസ്ഥിത. ഇനി 16ഉം 17ഉം. ആരുരോഹരഥം രാമ സത്യധർമ്മപരായണ സുഗ്രീവോ യുവരാജശ്ച ഹനുമാംശ്ച വിഭീഷണ രാമമന്വീയുരഗ്രേ ച രഥാശ്വഗജവാഹന സുഗ്രീവപത്ന്യ സീതാ ച യയുര്യാനൈഃ പുരം മഹദ്. എല്ലാവരും രഥത്തിൽ കയറുകയാണ്. സത്യപരായണ രാമ, സത്യത്തിലും ധർമ്മത്തിലും അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയ രാമൻ രഥം ആരുരോഹ, രഥത്തിൽ കയറി. സുഗ്രീവനും യുവരാജാവും അതായത് അംഗദൻ, ഹനുമാനും വിഭീഷണനും സ്നാനം ചെയ്ത് ദിവ്യാംബരധര, ദിവ്യവസ്ത്രമൊക്കെ ധരിച്ച് ദിവ്യാഭരണഭൂഷിത, ദിവ്യമായിട്ടുള്ള ആഭരണങ്ങളും ധരിച്ച് കൊണ്ടലങ്കരിക്കപ്പെട്ടവരായിട്ട് രഥാശ്വഗജവാഹന, രഥം അശ്വങ്ങൾ ഗജങ്ങൾ എന്ന വാഹനങ്ങളോട് കൂടിയവരായിട്ട് അഗ്രേച്ച മുമ്പിലും രാമം അന്വയു, രാമനെ അനുയാനം ചെയ്തു. അതായത് ആദ്യം ശ്രീരാമൻ്റെ രഥം, പിന്നെ അതിൻ്റെ പിന്നിൽ ഇവരൊക്കെ സുഗ്രീവ പത്നിയ, സുഗ്രീവൻ്റെ പത്നിമാരും സീതാച, സീതയും യാനേഹി, പല്ലക്കുകളിൽ കയറി മഹത്പുരം, മഹത്തായ പുരത്തെ യാനം ചെയ്തു. പിന്നാലെ അതായത് സത്യധർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി സത്യധർമ്മങ്ങളിൽ അത്യധികം ശ്രദ്ധാലുവായിട്ടുള്ള രാമൻ തേരിൽ കയറി. വാനരാജാവായ സുഗ്രീവനും യുവരാജാവായിട്ടുള്ള അംഗദനും ബാലിയുടെ മകനെ ഹനുമാനും വിഭീഷണനും കുളിയൊക്കെ കഴിഞ്ഞ് ദിവ്യമായ വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് തേര, കുതിര, ആന എന്നീ വാഹനങ്ങളിലിരുന്ന് രാമൻ്റെ മുന്നിലും പിന്നിലും അകമ്പടിയായിട്ട് പോയി ഇവരൊക്കെ. സുഗ്രീവൻ്റെ ഭാര്യമാരും സീതയും ഈ പല്ലക്കിലൊക്കെ ഇരുന്ന് മഹനീയമായ അയോധ്യ പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു. എല്ലാവരും കൂടി ഘോഷയാത്രയായിട്ട് അയോധ്യയിലേക്ക്, അതായത് പാലസിൻ്റെ അവിടെ പോയിട്ടാണ്. അവിടെയാണല്ലോ പിന്നെ അഭിഷേകം ചെയ്യുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ഘോഷയാത്രയായിട്ട് പോയി. ആരുരോഹരഥം രാമ സത്യധർമ്മപരായണ സുഗ്രീവോ യുവരാജശ്ച ഹനുമാംശ്ച വിഭീഷണ രാമമന്വീയുരഗ്രേ ച രഥാശ്വ ഗജവാഹന സുഗ്രീവപത്ന്യ സീതാ ച യയുര്യാനൈഃ പുരം മഹദ്. ഇനി 18. വജ്രപാണിര്യഥാദേവേർഹരിതാശ്വരഥേ സ്ഥിത പ്രയൗരഥമാസ്ഥായ തഥാ രാമോ മഹത്പുരം. ഹരിതാശ്വരഥേ, അതായത് പച്ച അശ്വങ്ങളോടുകൂടിയ രഥത്തിൽ, ഹരിതാശ്വം പച്ച നിറത്തിലുള്ള കുതിര, സ്ഥിത വജ്രപാണി, സ്ഥിതനായ ദേവേന്ദ്രൻ, ദേവൈഹി യഥ, എങ്ങനെയാണ് ദേവേന്ദ്രൻ്റെ രഥത്തിലിരിക്കുക അതുപോലെയാണ് ദേവന്മാരോടുകൂടി എപ്രകാരമോ, അതായത് ദേവൈഹി യഥ, ദേവന്മാരോടുകൂടി ദേവേന്ദ്രൻ രഥത്തിലിരിക്കുന്ന പോലെയെന്ന്. തഥ, അതുപോലെ രഥമാസ്ഥായ രാമൻ, അതുപോലെ രാമൻ രഥത്തിലേറിയിട്ട് മഹത്പുരം, മഹത്തായ പുരത്തെ, അയോധ്യാപുരത്തെ പ്രയാണം ചെയ്തു. അതായത് പച്ച നിറമുള്ള കുതിരകളെ പൂട്ടിയിട്ടുള്ള തേരിലിരിക്കുന്ന ദേവേന്ദ്രൻ ദേവന്മാരായ അകമ്പടികളോടുകൂടി സഞ്ചരിക്കുന്ന പോലെ, ദേവേന്ദ്രൻ ബാക്കി ദേവന്മാരെ അകമ്പടി സേവിച്ച് പോകുന്ന പോലെ തേരിലിരിക്കുന്ന രാമൻ സുഗ്രീവാദികളോടുകൂടി അയോധ്യാപുരത്തേക്ക് പോയി. അതായത് അത്ര കേമായിട്ട് ദേവേന്ദ്രനും ദേവന്മാരും പോണ പോലെയാണ് ശ്രീരാമനും ഇപ്പോൾ ഈ സുഗ്രീവാദികളും അയോധ്യാപുരത്തിലേക്കുള്ള ഘോഷയാത്ര ചെയ്തത് കേട്ടോ. വജ്രപാണിര്യഥാ ദേവേർഹരിതാശ്വരഥേ സ്ഥിത പ്രേയൗരഥമാസ്ഥായ തഥാ രാമോ മഹൽപുരം. 19. സാരഥ്യം ഭരതശ്ചക്രേ രത്നദണ്ഡം മഹാദ്യുതി ശ്വേതാതപത്രം ശത്രുഘ്നോ ലക്ഷ്മണോ വ്യജനം ദധേ. നീ കൊടപിടിക്കൊക്കെ. മഹാദ്യുതി, അങ്ങേയറ്റം ശോഭയോടുകൂടിയ ഭരതൻ സാരഥ്യം ചക്രേ, സാരഥിയായി. ഭരതനാണ് രഥത്തിൻ്റെ സാരഥി. ശത്രുഘ്നൻ രത്നദണ്ഡം, ആ പിന്നെ രത്നം പതിച്ചിട്ടുള്ള വടി. ശ്വേതാതപത്രം, പിന്നെയോ
ഏത്? വെൺകൊറ്റക്കുട. ശ്വേതം ചാൽ വെളുപ്പ നില, അതാണ് വെൺകൊറ്റക്കുട. ശ്വേതാതപത്രം എന്താണ്? വെൺകൊറ്റക്കുട. ആരാ പിടിച്ച്? ലക്ഷ്മണനും. വ്യജനം അല്ല, അത് ശത്രുഘ്നനാണ് വെൺകൊറ്റക്കുട പിടിച്ചത്. പിന്നെയോ ലക്ഷ്മണനോ വ്യജനം ആലവട്ടത്തെയും ധരിച്ചു. ഭഗവാന് നടക്കുമ്പോൾ അത് സന്തോഷം കൊണ്ട് അങ്ങേയറ്റം പ്രകാശിക്കുന്ന ശോഭിക്കുന്ന ഭരതൻ ശ്രീരാമനെ തേര് തെളിച്ചു. രത്നപ്പിടിയുള്ള വെൺകൊറ്റക്കട ആര് പിടിച്ചു? ശത്രുഘ്നൻ പിടിച്ചു. ആലവട്ടം ലക്ഷ്മണനും പിടിച്ചു. സാരഥ്യം ഭരതശ്ചക്രേ രത്നദണ്ഡം മഹാദ്യുതി ശ്വേതാതപത്രം ശത്രുഘ്നോ ലക്ഷ്മണോ വ്യജനം ദധേ. 20. ചാമരഞ്ച സമീപസ്ഥോ ന്യവീജയദരിന്ദമ ശശിപ്രകാശം ത്വപരം ജഗ്രാഹാസുരനായക. സമീപത്തിരിക്കുന്ന അരിന്ദമ, ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ആര്? സുഗ്രീവൻ. ഇവിടെ അരിന്ദമൻ എന്ന് പറയണത് സുഗ്രീവനെയാണ്. സുഗ്രീവൻ ചാമരഞ്ച, വെൺചാമരം. ആലവട്ടം ലക്ഷ്മണനല്ലേ പിടിച്ചത്? വെൺകൊറ്റക്കുട ശത്രുഘ്നൻ. ഭരതൻ സാരഥി അല്ലേ? ഇവർ നാലാളും. ഭരതൻ, ശ്രീരാമൻ രഥത്തിൽ ഇരിക്കുകയാണ്, നമുക്ക് പട്ടാഭിഷേകം വേണം. അപ്പോൾ ഭരതൻ രഥം തെളിച്ചു, രഥസാരഥിയായി. ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു, ലക്ഷ്മണൻ ആലവട്ടം പിടിച്ചു, സുഗ്രീവൻ വെഞ്ചാമരം പിടിച്ചു. ചാമരഞ്ച സമീപസ്ഥോ ന്യവീജയദരിന്ദമ ശശിപ്രകാശം ത്വപരം ജഗ്രാഹാസുരനായക. അതായത് ഏതുപോലെ എന്ന് പറയണ, എങ്ങനെയാണ് വെഞ്ചാമരം പിടിച്ചതെന്ന്? അസുരനായകൻ, അസുരാധിപൻ. ശശിപ്രകാശം അപരം തു, ചന്ദ്രനെ പോലെ പ്രകാശത്തോടെ മറ്റൊന്നിനെയും ജഗ്രാഹ ഗ്രഹിച്ചു. അല്ലല്ല, അപ്പം വിഭീഷണൻ എന്തിനെ വേറൊരു, അതായത് പിന്നെ എന്താണ്, സുഗ്രീവൻ വെഞ്ചാമരം പിടിച്ചു. അപ്പോൾ അസുരനായകൻ വെച്ചാൽ ഇവിടെ വിഭീഷണനാണ്. വിഭീഷണൻ ചന്ദ്രനെ പോലെ പ്രകാശത്തോടു കൂടിയ വേറൊരു വെഞ്ചാമരവും ഗ്രഹിച്ചു. അതായത് രാമൻ്റെ അടുത്തിരിക്കുന്നവനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായ സുഗ്രീവൻ വെഞ്ചാമരങ്ങളെ, വിഭീഷണനും വെഞ്ചാമരങ്ങൾ, രണ്ടാളും രണ്ട് ചാമരമാണല്ലോ, അത് പിടിച്ചു. ഇനി 21. ദിവിജൈഹി സിദ്ധസംഘൈശ്ച ഹൃഷഭിർദിവ്യദർശനൈ സ്തൂയമാനസ്യ രാമസ്യ ശുശ്രുവേ മധുരധ്വനി. ദിവിജൈഹി ദേവന്മാരാലും സിദ്ധന്മാരാലും ദിവ്യദർശനി ദിവ്യമായ ദർശനത്തോടു കൂടിയ ഋഷികളാലും സ്തൂയമാനസ്യ രാമസ്യ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമനെ സംബന്ധിച്ച് മധുരധ്വനി മധുരശബ്ദം ശുശ്രുവേ. അതായത് എന്താ പറയണത്? ദേവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും അല്ലെ ആകാശത്തിലത്തെ എല്ലാവരും ലോകത്തിൽ കാണാൻ കഴിയാത്ത വിധം മാഹാത്മ്യമുള്ള ഋഷിമാരും രാമനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ഉറക്കെ പാടുന്നത് അയോധ്യയിൽ എല്ലാവരും കേട്ടു. കാണാൻ പറ്റില്ല ഋഷിമാരെയും ദേവന്മാരെയും സാധാരണക്കാർക്കേ. അവരൊക്കെ ആകാശചാരികളല്ലേ, അവരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാത്ത തരത്തിൽ തന്നെ പക്ഷെ ശബ്ദം കേൾക്കാം. അതായത് ദേവന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ആകാശത്തിലത്തെ അവരും പിന്നെ വലിയ ഋഷിമാരെയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ വളരെ ദിവ്യന്മാരായ ഋഷിമാരും ഒക്കെ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് നല്ല സ്തുതികൾ ഉറക്കെ ചെല്ലണത് അയോധ്യയിൽ എല്ലാവരും കേട്ടു. ആർക്കും കാണാൻ പറ്റില്ല. കാണാൻ കഴിയാത്ത മാഹാത്മ്യമുള്ളവരാണ് ദേവന്മാരും. അതെ, ദേവന്മാരും നമുക്ക് കാണില്ലോ. ദേവന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും കാണാൻ നമുക്ക് പറ്റാത്ത അത്ര മാഹാത്മ്യമുള്ള ഋഷിമാരും ഒക്കെ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് മധുരമധുരമായ ശബ്ദത്തിൽ കീർത്തനങ്ങൾ പാടി. അത് അയോധ്യയിൽ എല്ലാവരും കേട്ടു. ദിവിജൈഹി സിദ്ധസംഘൈശ്ച ഋഷിഭിർ ദിവ്യദർശനീ സ്തൂയമാനസ്യ രാമസ്യ ശുശ്രുവേ മധുരധ്വനി. ഇനി നമുക്ക് ഇവിടെ നിർത്താം, കാരണം പിന്നെ 24 മിനിറ്റായി. ഇനി 2 ശ്ലോകം ഒന്നിച്ചാൽ അപ്പം അത് കഴിയുമ്പോഴേക്കും വളരെ വൈകും. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. അതായത് എല്ലാം ഈ പട്ടാഭിഷേകത്തിനുള്ള വട്ടം റെഡി ആവണതാണ്, തയ്യാറാവണതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടാഭിഷേകത്തിന് തയ്യാറാവണ സമയത്ത് ഈശ്വര ആകാശത്തു നിന്നൊക്കെ എല്ലാവരും സ്തുതികൾ പാടുന്നു. അത് അയോധ്യാവാസികൾക്കൊക്കെ കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം.
ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.